ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ്. ഇന്ന് കാണിക്കുന്നത് എൻജോയ് പോത്തോസ്, നമ്മുടെ മണി പ്ലാന്റിലെ ഒരു രാജാവെന്ന് തന്നെ പറയാം. ആ മണി പ്ലാന്റ് നടുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാനിതിനകത്ത് മൂന്നേ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ മണ്ണ്, പിന്നെ ചകിരിച്ചോറ്, പിന്നെ ചാണകപ്പൊടി. അപ്പോൾ ചകിരിച്ചോറ് മറ്റേ ഇങ്ങനെ കട്ട പോലെ കിട്ടില്ലേ, അതായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ഒന്ന് നനച്ച് കുതിർത്തൊക്കെ എടുത്ത്. ഇതുപോലത്തെ മണ്ണാട്ടോ ഞങ്ങളുടെ മണ്ണ്, ചുമന്ന മണ്ണല്ല. പാടം പോലത്തെ പ്രദേശത്തുണ്ടാകുന്ന ടൈപ്പ് ഒരു കറുത്ത മണ്ണാണ്. അപ്പോൾ അതിലെ കട്ടകളും മാറ്റി ഇതെല്ലാം മാറ്റിയിട്ട് പിന്നെ ഹാങ്ങിങ് പോട്ടിലാണ് നമ്മൾ നടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ചകിരിച്ചോറ് ചേർക്കുന്നത്. പിന്നെ നല്ലോണം വെള്ളം വാർന്ന് പോവുകയും ചെയ്യും. പിന്നെ മണി പ്ലാന്റൊക്കെ എപ്പോഴും നനവ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറാകുമ്പോൾ എപ്പോഴും ആ ഒരു ജലാംശവും അതിലേക്ക് കീപ്പ് ചെയ്യും. പിന്നെ ഇത് ഇലച്ചെടി ആയതുകൊണ്ട് നമുക്ക് നൈട്രജൻ കണ്ടൻ്റാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ചാണകപ്പൊടി മതി. പിന്നെ എന്തെങ്കിലും വെർമി കമ്പോസ്റ്റോ അതുപോലെ വേപ്പിൻ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും മണ്ണിൽ എന്തെങ്കിലും രോഗാണുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തടയും. അല്ലെങ്കിൽ സാഫ് പോലത്തുള്ള ഫംഗിസൈഡൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ 3 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഏകദേശം ഒരു 3 പോട്ടിലേക്കുള്ള പോട്ടിംഗ് മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെടികളിൽ നിന്ന് ഓവറായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലാണെങ്കിൽ അത് ചുറ്റിച്ച് വയ്ക്കാം. ഇതിപ്പോൾ എനിക്ക് ചെടികൾ കുറച്ച് എണ്ണം കൂട്ടണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ഹാങ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതായിരുന്നു ഈ ഇതെന്ന് പറയുന്നത്. നമുക്കിത് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെടിക്ക് നട്ടിട്ട് ഫുള്ള് ഹാങ് ചെയ്ത പോലെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എപ്പോഴും ചെടികൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ മുകുളങ്ങൾ വന്ന് മുളച്ച് വരുമ്പോഴാണ് ആ ചെടിക്ക് എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പം ഞാൻ ഏകദേശം നമ്മുടെ ഒരു കൈവലുപ്പത്തിലൊക്കെ പീസസായിട്ട് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൽ നട്ടു വെച്ചു. അതൊരു രീതി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലുണ്ട്. പിന്നെയുള്ളത് നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു നീളത്തിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇതാണ് ശരിക്കും കൂടുതൽ മുകുളങ്ങൾ വരാനായിട്ട് നല്ലത്. പിന്നെ കുറച്ച് ചെടികൾ കൊണ്ട് തന്നെ നമുക്ക് വേഗം ഒരു പോട്ട് നിറയ്ക്കാനും പറ്റും. ആദ്യം നട്ട രീതിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കമ്പുകൾ വേണം. ഇതാവുമ്പോൾ അധികം വേണ്ട, ഒരു 4-5 കമ്പൊക്കെ ആകുമ്പോഴത്തേക്കും വേഗം തന്നെ നമ്മളുടെ പോട്ട് നിറഞ്ഞ് കിട്ടും. പിന്നെ അതിൻ്റെ ഓരോ ഞെട്ട് ഭാഗത്തും ആ ഇല വന്ന ഭാഗമില്ലേ, തണ്ട, ഓരോ ഞെട്ട് ഭാഗത്തു നിന്നും നമുക്ക് ചെടികൾ കിട്ടും. നമുക്ക് ശരിക്കും ഒരുപാട് ചെടിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചെടി മതി. പക്ഷേ ഇങ്ങനെ എണ്ണം കുറേ കൂട്ടണം. അപ്പം അങ്ങനെ കുറേ എണ്ണം അങ്ങനെ കൂട്ടി ഒരേപോലത്തെ ചെടികൾ നിരന്ന് നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാം, ഹാങ്ങിങ് പോട്ടായിട്ട് വയ്ക്കാം, ബുഷിയായിട്ട് നമുക്ക് പോട്ടിൽ തന്നെ തിക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ റൂമിലൊക്കെ ഓരോ ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ മണി പ്ലാന്റ് അപ്പോൾ എൻ്റെ ചാനൽ നട്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ് ഒരുപാട് ലീഫ് കാണാനായിട്ട്. എൻ്റെ ചാനലിൽ മെയിനായിട്ട് പിന്നെ കൂടുതൽ വരുമ്പോൾ എൻ്റെ ഹോബീസ് ഇതിങ്ങനെ കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നല്ല തിക്കായിട്ട് നല്ല ഇതായിട്ടാണ് താങ്ക് യു ഫോർ ദ എല്ലാം നിൽക്കുന്നത്. താങ്ക് യു.